ഹലോ ഗൈസ്, ജോഫോട്ടെക്കിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ വളരെ അർജൻറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ജോഫോട്ടെക് ചാനലിൻ്റെ 2.0 ചാനലാണിത്. അപ്പം മറ്റേ ചാനലാണ് നമ്മൾ ഈ ഒരു ചാനലാണ് ഈ ലോങ് വീഡിയോസ് ഇടുന്നത്. ഓക്കെ, മറ്റേ ചാനലത് ലൈവ് ഷോർട്ട് വീഡിയോസ് ആണ് ഇടാൻ പോകുന്നത്. ഈ ഒരു ചാനലാണ് നമ്മൾ ജോഫോട്ടെക്കിൻ്റെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ അത്യാവശ്യമായതും ഒരുപാട് പേരുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്നതും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാതിരിക്കുന്നതുമായ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അർജൻറ്റായിട്ടും ഈ ഒരു പനിയാണ്, തൊണ്ടയിൽ തീരെ സുഖമില്ല, ഈ ഒരു അവസ്ഥയിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവരും നമ്മുടെ യൂട്യൂബേഴ്സാണ്. യൂട്യൂബിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് നല്ല രീതിയിൽ എന്തെങ്കിലും സക്സസ് ആയി അതിനകത്ത് വരുമാനം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകണം, അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് എന്തെങ്കിലുമൊക്കെ ആയി തീർന്ന് ചെറിയൊരു വരുമാനം അതിനകത്ത് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞാനീ പറയുന്ന 4 ടൈപ്പ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല. കാരണം നിങ്ങൾ കഷ്ടപ്പെടുന്ന വെറുതെ ആവും, ഒരുപാട് കാലത്തെ കഷ്ടപ്പാട് വെറുതെ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി 3ാമത്തെ ചാനലാണ് ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ജിജോസ് വ്ലോഗ് എന്നൊരു ഫാമിലി വ്ലോഗ് ചാനലുണ്ട്. പിന്നെ രണ്ടാമത് ജോഫോട്ടെക് നമ്മൾ 30,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ഒരു ചാനലുണ്ട്, നിങ്ങൾ കാണുന്ന ചാനൽ. പിന്നെ ഇപ്പം നമ്മൾ 3ാമത് ക്രിയേറ്റ് ആക്കിയിരുന്ന ജോഫോട്ടെക് 2.0 ചാനലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ 3 ചാനൽ ഞാൻ കൊണ്ടുവന്നുണ്ട്. ഒരുപാട് പേരുടെ വീഡിയോ കണ്ടു. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ചാനലുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലുകൾ ടെർമിനേറ്റ് ആയി പോകുമെന്ന്. പക്ഷേ അതിൻ്റെ അകത്ത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതല്ല നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. എന്നാലും അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ. ഒരുപാട് പേര് പറഞ്ഞു ഒന്നിൽ കൂടുതൽ ചാനൽ ഡിലീറ്റ് ആയി, ഒരുപാട് പേരുടെ വീഡിയോയും കണ്ടു. പക്ഷേ അതിൻ്റെ അകത്ത് കാര്യമില്ല. ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഡിലീറ്റ് ആയി പോകുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് സർക്കംവെൻഷൻ പോളിസി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിലീറ്റ് ആയി പോകുള്ളൂ. അതായത് നിങ്ങളൊരു ചാനലിനകത്ത് എന്തെങ്കിലും വയലേഷൻ ചെന്ന് കഴിഞ്ഞാൽ, അത് പണ്ടേ ഉള്ള കാര്യം തന്നെയാണ്, നിങ്ങൾ പുതിയതായിട്ട് വന്നതല്ല. നിങ്ങളൊരു ചാനലിനകത്ത് എന്തെങ്കിലും വയലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസിലോ നിങ്ങളുടെ ഫേസിലോ നിങ്ങളുടെ IP അഡ്രസ്സിലോ വരുന്ന വേറൊരു ചാനൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ചാനൽ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. അത് സർക്കംവെൻഷൻ പോളിസികളാണ്. അല്ലാതെ ഒരു വയലേഷനും ഇല്ലാതെ നിങ്ങൾ എത്ര ചാനൽ ക്രിയേറ്റ് ആക്കിയാലും നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം പറയാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലുകൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇന്നോതൻറ്റിക് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുകയാണ്. സാധാരണ നമുക്ക് റീയൂസർ കണ്ടന്റ്, റിപ്പറ്റേറ്റീവ് കണ്ടന്റ്, മോണിറ്റൈസേഷൻ വയലേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ, നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈമെന്റ് കിട്ടാത്തത്. അപ്പോൾ ഇപ്പം പുതിയൊരു ഓപ്ഷനാണ് ഇന്നോതൻറ്റിക് കണ്ടന്റ്. എന്താണ് ഇന്നോതൻറ്റിക് കണ്ടന്റ്? നിങ്ങൾക്കറിയാം യൂട്യൂബിൻ്റെതായ ഒരു പോളിസി ഉണ്ട്. ആ പോളിസി ഒന്നും നോക്കാതെ, അതായത് അവരുടേതായ ഇഷ്ടത്തിന് എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു ഇന്നോതൻറ്റിക് കണ്ടന്റ് പോളിസി വന്നിട്ട് മോണിറ്റൈസേഷൻ കട്ടായി പോകുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം നമുക്കൊരു വീഡിയോ ചെയ്ത് ഒരു വരുമാനം ഇതിനകത്ത് ഉണ്ടാക്കണമെന്നാണ്. പക്ഷേ ചില ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ ആക്കിയാൽ മതി, എങ്ങനെയും മോണിറ്റൈസേഷൻ ആക്കുക, അതാണ് ഉദ്ദേശം. എങ്ങനെയും, അത് എന്ത് തരത്തിലുള്ള വീഡിയോ ചെയ്താലും ഇല്ല, ആരുടെ കോപ്പി അടിച്ചാലും ഇല്ല, എന്ത് ചെയ്താലും ഇല്ല, മോണിറ്റൈസേഷൻ ആക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ യൂട്യൂബ് ഇനി അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല, അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം യൂട്യൂബിന് അതിൻ്റേതായ ഒരു എന്താ പറയുക, നമ്മളിപ്പം പറയില്ലേ എനിക്ക് എൻ്റെതായ വ്യക്തിത്വം ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിനും അതിൻ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. അത് അവർ നിലനിർത്താനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുന്നത്. നിങ്ങൾക്കറിയാം പല ടൈപ്പിൽ മോണിറ്റൈസേഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പം ഞാൻ പറയാം 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മാസ് പ്രൊഡ്യൂസഡ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മോണിറ്റൈസേഷൻ ആകത്തില്ല. പിന്നെ റിപ്പറ്റേറ്റീവ് കണ്ടന്റ്, അതാണ് നമ്മൾ ഈ ഒരു 4 രീതിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇന്നോതൻറ്റിക് കണ്ടന്റ് അകത്ത് വരുന്നത്. റിപ്പറ്റേറ്റീവ് കണ്ടന്റ്, പിന്നെ ടെംപ്ലേറ്റ് ബേസ്ഡ് കണ്ടന്റുകൾ. 4ാമത്തെ ആയിട്ട് വരുന്ന ഈസിലി റിപ്ലിക്കബിൾ അറ്റ് സ്കെയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 4 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇന്നോതൻറ്റിക് കണ്ടന്റ് അകത്ത് വരുന്നത്. അത് ചില ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലായി എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചാനൽ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇനി മോണിറ്റൈസേഷൻ അല്ല. അത് ഇനി ചെയ്യുന്ന ആൾക്കാർ ചെയ്യാതിരിക്കാനും ആൾക്കാരുടെ മോണിറ്റൈസേഷൻ കട്ടാകാതിരിക്കാനും വേണ്ടിയുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റായിട്ട് കിടന്ന മാസ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്നത് ഒരേ രീതിയിലുള്ള വൻ തോതിൽ, അതായത് നമ്മളിപ്പോൾ ഒരാളുടെ കണ്ടന്റ്, ഇപ്പോൾ കൂടുതലും ടെക്കുകാർക്കാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരേപോലെ നമ്മൾ സെയിം വീഡിയോ ഒരേ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് അതിൻ്റെ അതേ ഒരു മാറ്റവും വരുത്താതെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു എന്താ പറയുക മാസ് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. ഒരേ രീതിയിൽ ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന പോകുന്നതാണ്. പിന്നത്തെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും
കൂടുതൽ ആൾക്കാരും ഈ ഒരു ലൈവ് ചെയ്തിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഞാൻ എൻ്റെ ഗ്രൂപ്പ് വഴി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തൊക്കെ ആൾക്കാരോട് മെയിനായിട്ട് പറഞ്ഞ കാരണം നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ വീഡിയോ വെച്ചിട്ട് മാത്രം നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രമിക്കണം. അല്ലാതെ പുറത്തൊരാൾ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഓക്കെ, അയാൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള അവരുടെ ആ വീഡിയോൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതിന് എന്തെങ്കിലും ഒരു മൈന്യൂട്ടായുള്ള ഒരു ക്വാളിറ്റി അതിനകത്തുള്ളതുകൊണ്ടായിരിക്കും മോണിറ്റൈസേഷൻ ഇഷ്ടം. അവരുടെ കണ്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മോണിറ്റൈസേഷൻ കിട്ടണമെന്നില്ല. എന്താണെന്ന് മെയിനായിട്ട് പറയാം. നിങ്ങളറിയാം, ഈ കുസൃ ചോദ്യം വെച്ചിട്ട് ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വെറും സിമ്പിൾ പിക്ചർ, അതായത് ഒരു പിക്ചറും വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുസൃ ചോദ്യം എഴുതിയിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവരുടെ ലൈവുകളിലൊക്കെ പോയിട്ട് മറ്റുള്ളവരോടും പറയലുണ്ട്, ഇതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്തോ കുഴപ്പമില്ല, എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കും കിട്ടും. പക്ഷേ കിട്ടത്തില്ല. ഒരുപാട് പേരുടെ കരച്ചിൽ ഞാൻ ദിവസം കണ്ടു. നമ്മൾ മോണിറ്റൈസേഷൻ യൂട്യൂബിൻ്റെ ഏറ്റവും ഒരു സർവീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ എൻ്റെ ഗ്രൂപ്പുകളിൽ ഞാൻ ആരെയും കൊണ്ടും പരമാവധി ചെയ്യിപ്പിക്കലില്ല. പക്ഷേ എന്നിട്ടും ചെയ്തിട്ട് മോണിറ്റൈസേഷൻ കിട്ടുന്നതും കിട്ടാത്തതുമായ ഒരുപാട് പേരുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാതെ. അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിയല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ഒരു മാസ് പ്രൊഡ്യൂസിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് റിപ്പറ്റേറ്റീവ് കണ്ടന്റ്. റിപ്പറ്റേറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റിപ്പറ്റേറ്റീവ് ആയിട്ട് വീഡിയോസ് ചെയ്യും. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തു, ഞാനൊരു ഹൗ ടു അപ്ലോഡ് യൂട്യൂബ് വീഡിയോ എന്നുള്ളൊരു വീഡിയോ ചെയ്തു. വീഡിയോസ് എങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം, ആ ഒരു വീഡിയോ തന്നെ പിന്നെയും നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് റിപ്പറ്റേറ്റീവ് ആയിട്ട് വരും നമ്മുടെ ചാനലിനകത്ത്. പിന്നെ അതേപോലെ തന്നെ റിപ്പറ്റേറ്റീവ് വരുന്നത് ക്യാപ്ഷൻസ്. പിന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ക്യാപ്ഷൻസ് റിപ്പറ്റേറ്റീവ് ആയിട്ട് ഒരേ ക്യാപ്ഷൻസ് ലൈവിനകത്ത് തന്നെ എല്ലാം ഒരുമിച്ച് മുന്നേറാം, അല്ലെങ്കിൽ നിങ്ങൾ ഓടി വരൂ, വേഗം വരൂ, ഇതേ ഒരേ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ റിപ്പറ്റേറ്റീവ് ആണ്. പിന്നെ തമ്പനെയിൽസ് ഒരേപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരേ ഫോട്ടോ വെച്ച് കൊടുത്താൽ റിപ്പറ്റേറ്റീവ് ആണ്. ഇങ്ങനെയൊക്കെയാണ് റിപ്പറ്റേറ്റീവ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ടെംപ്ലേറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അടുത്തത് ടെംപ്ലേറ്റ് ബേസ്ഡ് കണ്ടന്റുകൾ. അതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇനി മോണിറ്റൈസേഷൻ കിട്ടാൻ വലിയ പാടാണ്. കാരണം നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, വോയിസ് ഓവർ കൊടുത്തിട്ട്. പക്ഷേ അതും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ മെയിൻ ലക്ഷ്യം മോണിറ്റൈസേഷൻ മാത്രമാകരുത്. നിങ്ങൾക്ക് അതിനകത്ത് വരുമാനം മേടിക്കാം എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 3 ചാനലുണ്ട്. ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു 2.0 ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായി. പക്ഷേ എൻ്റെ വാച്ച് അവർ ഏകദേശം കംപ്ലീറ്റ് ആകാനായി. ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആർക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടോ ഇല്ല. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനൽ വാച്ച് അവർ വരും, നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് വരും. നമ്മൾ നല്ല തമ്പനയിൽ ടൈറ്റിൽ കാര്യങ്ങൾ കൊടുത്ത് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്ന വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. അല്ലാതെ ഉടായിപ്പിക്കൂടെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഉടായിപ്പിക്കൂടെ മോണിറ്റൈസേഷൻ ആക്കാനും വരുമാനം മേടിക്കാനും ശ്രമിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും യൂട്യൂബിൽ തൊടില്ല. കാരണം നമ്മുടെ വരുമാനത്തിൻ്റെ യൂട്യൂബ് വരുമാനത്തിൻ്റെ 60% നമുക്കും 40% യൂട്യൂബിനാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, യൂട്യൂബ് വരുമാനം മൊത്തത്തിൽ കിട്ടുന്നതിനകത്ത് 40% യൂട്യൂബിനും 60% നമുക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ യൂട്യൂബിന് ഉപകാരമില്ലാത്ത ഒരു ചാനലുകളും ഉടായ്പ മോണിറ്റൈസേഷൻ ആക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനലുകളും ഇനി അങ്ങോട്ട് മോണിറ്റൈസേഷൻ ആവില്ല. ഈ മോണിറ്റൈസേഷൻ ആയ ഒരുപാട് ചാനലുകൾ ഇപ്പോൾ ഇന്നോതൻറ്റിക് കണ്ടന്റ് വന്നിട്ട് മോണിറ്റൈസേഷൻ ഇതുപോലെ കട്ടാകുന്നുണ്ട്. അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പരമാവധി നിങ്ങൾ വീഡിയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ യാതൊരു പേടിയില്ലാതെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം. മോണിറ്റൈസേഷൻ ആയ ചാനലായാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വീഡിയോ ചെയ്യാൻ നോക്കുക. ഞാൻ ഈ എല്ലാ സമയത്തും വീഡിയോ ചെയ്തത് ഞാൻ ഡോക്ടർ 3-4 ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞാണ്, സംസാരിക്കരുതെന്ന് പറഞ്ഞാണ്. പക്ഷേ എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരുപാട് പേര് ഇതേപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. ബൈ.